മുഖ്യമന്ത്രിയും പാർട്ടിയും കൈവിട്ട പി വി അൻവർ പാളയം മാറുമോ എന്ന ചർച്ചകൾക്കിടെ അൻവറിനെ സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് നേതാവ് കുടുങ്ങി. പി വി അൻവറിന്റെ തട്ടകമായ നിലമ്പൂരിലെ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയായത്. നേതാക്കൾ ഇടപെട്ടതോടെ ഇക്ബാൽ മുണ്ടേരി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പുഴുക്കുത്തുകൾക്കെതിരെയുള്ള വിശാലമായ പോരാട്ടത്തിനാണ് ക്ഷണിച്ചതെന്നാണ് പാർട്ടിക്ക് നൽകിയ വിശദീകരണത്തിൽ ഇക്ബാൽ മുണ്ടേരിയുടെ വാദം. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാഷ്ട്രീയ വിവാദം ആളിപ്പടരുകയാണ്. ഇതേസമയം പി വി അൻവറിന്റെ സ്വന്തം തട്ടകത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിനെ പരസ്യമായി സ്വാഗതം ചെയ്തതാണ് രാഷ്ട്രീയ കൗതുകമായത്. പി വി അൻവർ ലീഗിലേക്ക് പോയേക്കുമെന്ന് നേരത്തെ ഉണ്ടായ അഭ്യൂഹങ്ങൾ ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ വീണ്ടും ചർച്ചയായി. പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. ലീഗിന്റെയും UDFന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടം വരുമെന്നായിരുന്നു പോസ്റ്റിലെ വരികൾ. പിന്നാലെ നിലമ്പൂരിലെ ലീഗ് നേതാവിനെ തള്ളി നേതാക്കൾ. ഞങ്ങളാരും പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ല. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നേതൃത്വം ഇടപെട്ടതോടെ ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പുഴുക്കുത്തുകൾക്കെതിരെ വിശാലമായ പോരാട്ടത്തിനാണ് ക്ഷണിച്ചതെന്ന് ഇക്ബാൽ 24നോട് പറഞ്ഞു. ഒരു കാരണവശാലും എനിക്ക് അവകാശമില്ലാത്ത ഒരു സ്വാഗതം ചെയ്യലോ അതല്ലെങ്കിൽ ഒരു നടപടിയോ അത്തരത്തിലുള്ള പരാമർശമോ എൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പി വി അൻവറിനെ ആരും ലീഗിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ലെന്ന് PMA സലാമും പ്രതികരിച്ചു. പി വി അൻവറിനെ പോലൊരാളെ UDFന് ആവശ്യമില്ലെന്ന് MM ഹസൻ. അൻവറെ പോലുള്ള ഒരാളെ ഞങ്ങൾക്കെന്തിനാ? അൻവറിനെ ഒന്നും ഒരു സഹായവുമില്ലാതെ കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ UDF എല്ലാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരും. പോസ്റ്റ് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. എങ്കിലും CPMൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയാക്കുന്നതിൽ നിന്ന് വഴിമാറും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇക്ബാലിനെതിരെ തൽക്കാലത്തേക്ക് നടപടി ഉണ്ടാവില്ല. ഒരുമിച്ച് പോരാടാമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പല വ്യാഖ്യാനങ്ങൾക്കാണ് ഇടവരുത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി LDFൽ നിലനിൽക്കുന്ന പ്രതിസന്ധി കാറ്റ് ഇന്ന് UDFിലേക്കും ആഞ്ഞുവീശി. അർഷാഖിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. പി വി അൻവർ പഴയ നിലപാട് തിരുത്തി വരട്ടെ, കോൺഗ്രസിലെടുക്കുന്നത് അപ്പോൾ നോക്കാമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. കോൺഗ്രസ് MLA ആണെങ്കിൽ എപ്പോഴേ പുറത്താക്കിയനെയെന്നും K സുധാകരൻ പറഞ്ഞു. പി വി അൻവർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം മനസ്സിലുണ്ടെന്നും KPCC പ്രസിഡന്റ് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് കത്തിച്ചൊലിക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് വരട്ടെ. അപ്പം നമുക്ക് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം ഒന്നുമല്ല.